കഴിഞ്ഞ 2 വർഷവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വലിയ മഴ പെയ്തിട്ടും പല മേഖലകളിലും വെള്ളം കയറാതിരുന്നത് ഓപ്പറേഷൻ വാഹിനി വളരെ നല്ല രീതിയിൽ നമുക്ക് നടത്താൻ കഴിയും. പ്രത്യേകിച്ചും കളമശ്ശേരിയിലും നന്നായി തന്നെ ഓപ്പറേഷൻ വാഹിനി നമ്മളൊരു പുതിയ പദ്ധതി അന്ന് വിഭാവനം ചെയ്തതാണ്, വിജയകരമായി നടപ്പിലാക്കാൻ കഴിയും. ഇത്തവണ ഓപ്പറേഷൻ വാഹിനിയും ഈ പെരുമാറ്റച്ചട്ടങ്ങളിൽ കുരുങ്ങി കുറച്ചു കാലം കിടക്കുന്ന സ്ഥിതിയുണ്ടായി. പിന്നെ കർക്കശമായൊരു നിലപാട് സ്വീകരിച്ചതിന് ശേഷമാണ് അതിന് അവസാന അംഗീകാരം കിട്ടി. ഇപ്പോൾ ജില്ലയിൽ അത്യാവശ്യത്തിന് മാറ്റുന്നതിനുള്ള പദ്ധതിക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉണ്ടെങ്കിലും അംഗീകാരം കിട്ടി. എടപ്പള്ളി തോട് ഉൾപ്പെടെ പൂർത്തിയാക്കുന്നത് ഓപ്പറേഷൻ വാഹിനിയുടെ ഭാഗമാണ്. മാഞ്ഞാലി തോട്, അതുപോലെ തന്നെ ഇവിടെ തന്നെ മുട്ടാർ ഭാഗത്തുള്ളത്, കുന്നുകര പഞ്ചായത്തിലെ, അതുപോലെ കിഴക്കൻ പ്രദേശങ്ങളിലുള്ളത്, അതെല്ലാം ഓപ്പറേഷൻ വാഹിനിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അത് ടെൻഡർ വിളിച്ചിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഉദ്ദേശിച്ചതെങ്കിലും ഇന്നിപ്പോ ഈ 2 ദിവസങ്ങൾ ഉണ്ടായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രാധാന്യത്തോടുകൂടി നാളെ തന്നെ വർക്ക് ആരംഭിക്കാൻ, ടെൻഡർ ഇല്ലാതെ തന്നെ കളക്ടർ ദുരിതാശ്വാസ നിവാരണത്തിന്റെ ഭാഗമായി നാളെ തന്നെ പ്രവൃത്തി ആരംഭിക്കാനായി ഇറിഗേഷൻ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി അടിഞ്ഞു കിടക്കുന്ന പായലുകളും മറ്റ് തടസ്സങ്ങളും ഒരു പരിധി വരെ നമുക്ക് നീക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ മണ്ഡലത്തിൽ മൂലേപ്പാടം, കൊച്ചച്ചാൽ തുടങ്ങി ആൽഫിയ നഗർ, വിദ്യാനഗർ, നേരത്തെ കയറാൻ സുന്ദരഗിരി ഭാഗം, നമ്മുടെ തങ്കപ്പൻ റോഡ്, ഈ മേഖലയിലെല്ലാം തന്നെ വെള്ളം കയറിയിരുന്നു. സാധാരണ വെള്ളം കയറുന്ന ചില പ്രദേശങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടായ ഒരു ഭാഗം മൂലേപ്പാടാണ്. മൂലേപ്പാടം കഴിഞ്ഞൊരു 14 കൊല്ലത്തോളമായി തുടർച്ചയായി വെള്ളം കയറുന്ന സ്ഥലമാണ്. ഹൈവേയുടെ നിർമ്മാണത്തിന് ശേഷം അന്ന് മുതൽ, അതായത് 14 അന്ന് മുതൽ തന്നെ ഈ വെള്ളം കയറുന്നു എന്നത് ശക്തിപ്പെട്ടു. പിന്നെ പേര് സൂചിപ്പിക്കുന്ന പോലെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതൊരു പാടായിരുന്നു. ഞങ്ങളൊക്കെ ഇപ്പോൾ താമസിച്ച് പാടത്ത് കൂടെ നടന്നാണ് കോളേജിൽ പോകുന്നത്. ഇത് 10-30 വർഷത്തിനുള്ളിൽ ഒത്തിരിയേറെ കെട്ടിടങ്ങൾ വന്നു. നേരത്തെ തോടുണ്ടായിരുന്നു, ആ തോടിപ്പോൾ അവിടെ ഇല്ലാതായി. ഇപ്പുറത്തേക്ക് സാലീസിന്റെ ഭാഗത്തുള്ള ഇതെല്ലാം തോട് ചെറുതായി പോയി. ഇതെല്ലാം കണക്കിലെടുത്തിട്ടൊരു ബൃഹത് പദ്ധതി ശാശ്വത പരിഹാരത്തിന് വേണ്ടി കണ്ടിരുന്നു. കയ്യേറ്റങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിപ്പിക്കുക. അതിൽ സർവേ വിഭാഗം, റവന്യൂ വിഭാഗം കുറേയേറെ ഭാഗങ്ങൾ കയ്യേറ്റം മാർക്ക് ചെയ്ത് മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഒഴിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ PWD ഒരു കൽവർട്ട് പണിയുക. അവിടെ നിന്ന് പിന്നെ വെള്ളം ഹൈവേയിലേക്ക് വരുമ്പോൾ ഹൈവേ നിലവിലുള്ള പൈപ്പിട്ട ഭാഗം അത് വലുതാക്കി വെള്ളം ഒഴുകി പോകാൻ സംവിധാനം ഉണ്ടാക്കുക. അവിടുന്ന് റെയിൽവേ ഒരു കൽവർട്ട് പണിയുക. ഇതായിരുന്നു ആ പദ്ധതി. PWDയുടെ ഭാഗം പൂർത്തീകരിച്ചു. ഹൈവേ പദ്ധതിക്ക് അംഗീകാരം നൽകി. അവർ 3 തവണ ടെൻഡർ ചെയ്തെങ്കിലും ആരും ആ ടെൻഡർ എടുത്തില്ല. അത് പുഷപ്പ് സംവിധാനം വഴി റെയിൽവേയുടെ കോൺട്രാക്ടർമാരെ സാധാരണ എടുക്കുന്നു. 17-ാം തീയതി അതിന് ഇന്നിപ്പോ പ്രൊജക്ട് ഡയറക്ടർ ഉണ്ടായിരുന്നു. 17-ാം തീയതിയോടുകൂടി അത് ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വർക്ക് അവാർഡ് ചെയ്യാൻ കഴിയും. അപ്പോഴും പൂർണ്ണമായിട്ട് പരിഹാരമാവില്ല. പിന്നെ റെയിൽവേയുടെ കൽവർട്ട് അവരിപ്പോൾ അംഗീകരിച്ചിട്ട് അതുകൂടി അംഗീകരിച്ച് വരണം. പിന്നെ അവിടെ ഒരു കൽവർട്ട്, ചെറിയ കൽവർട്ടാണ്. ആ കൽവർട്ട് കൂടി മാറ്റി വലുതാക്കി പണിതാലാണ് വെള്ളത്തിന്റെ ഒഴുക്ക് കുറെ കൂടി ശക്തിപ്പെടുത്താൻ കഴിയുള്ളൂ. അപ്പൊ അത് PWD രാഷ്ട്രീയ രജിസ്റ്ററിലില്ല. മുനിസിപ്പാലിറ്റിയും അതിന്റെ ചില സംശയങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നാളെ തന്നെ PWDയും മുനിസിപ്പാലിറ്റിയും അതൊരു സംയുക്ത പരിശോധന നടത്തി ആരുടെ കയ്യിലാണോ ഉള്ളത് അവരത് പൊളിച്ച് വലുതാക്കി പണിയാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. ഇത് കൂടാതെ ഒരെണ്ണം കൂടി ഈ ഭാഗത്ത് കഴിയുമോ, ലിറ്റിൽ ഫവറിന്റെ ഭാഗത്ത് കഴിയുമോ? ലിറ്റിൽ ഫവർ അങ്ങനെ ആ ഭാഗത്ത് കുറെ സ്ഥാപനങ്ങളുണ്ട്. അവിടെ നിന്ന് സെന്റ് ജോസഫ്, ഇവിടെ നിന്നൊക്കെ വെള്ളം താഴോട്ട് വരുന്നതിന് യൂണിവേഴ്സിറ്റി ആളുകൾ ചില ആശങ്കകൾ ഉന്നയിക്കുന്നുണ്ട്. അതുകൂടി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പൂർണ്ണമായി പരിഹരിക്കണമെങ്കിൽ ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കേണ്ടി വരും. കുറച്ചുകൂടി സമയമെടുക്കും. ഹൈവേയുടെ ഒക്കെ തീരുമെന്നാണ് കണക്കാക്കുന്നത്. റെയിൽവേ അതിനകത്ത് ശരിയായ രൂപത്തിൽ പ്രതികരിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ഹൈവേയുടെ കഴിഞ്ഞാൽ റെയിൽവേ ലൈനിലേക്ക് വെള്ളം വരും. അപ്പൊ അവരത് എന്തായാലും ചെയ്യേണ്ടി വരും. അത് ഞാൻ 3 യോഗങ്ങളിൽ റെയിൽവേയോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോ എടപ്പള്ളി, അവിടെയാണ് ഇപ്പോ നിങ്ങൾ ജലബന്ധങ്ങൾ താമസിച്ചത്. അവിടെ പൂർണ്ണമായിട്ടും മുനിസിപ്പൽ ഇതാണ്. ഇപ്പോ നോക്കുമ്പോ ചിലയിടങ്ങളിൽ കാനയില്ല. ഉള്ള കാന വീതി ഉള്ളതാണ്. ഇപ്പൊ കാന വന്നിട്ട് പിന്നെ നിൽക്കുകയാണ്. പിന്നെ ഒരു 10-200 മീറ്റർ വീണ്ടും കാന ഉള്ളതാണ്. അപ്പൊ ആളുകൾ പറയുന്നത് റോഡ് ചെരിഞ്ഞിടക്കുന്നുണ്ട്, പിന്നെ വെള്ളം അതിൽ ഒഴുകി കൂടുന്നതാണ്. ഇപ്പോൾ ഉള്ളതും തന്നെ വീതി കുറഞ്ഞതാണ്. പിന്നെ എടപ്പള്ളി തോടിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഈ വൃത്തിയാക്കിയ ഭാഗത്തും ഇപ്പോ
ഈ വർഷമായപ്പോൾ വീണ്ടും ഓളയെല്ലാം കെട്ടിയിട്ടുണ്ട്. അപ്പൊ അടിയന്തരമായിട്ട് എടപ്പള്ളി തോടിന്റെ ഭാഗം ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഡെപ്യൂട്ടി കളക്ടറും കോർപ്പറേഷന്റെ എഞ്ചിനീയർ, ഇറിഗേഷൻ സൂപ്രണ്ടിങ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു. അവര് ഒന്നിച്ച് വീണ്ടും പരിശോധന നടത്തുന്നുണ്ട്. ആ ഭാഗം എടപ്പള്ളി തോട് കഴിയാവുന്നിടത്തോളം ക്ലിയർ ആക്കാനുള്ള പദ്ധതി 2 ദിവസം കൊണ്ട് ചെയ്യണമെന്ന് കണ്ടിട്ടുണ്ട്. ബാക്കി മുനിസിപ്പാലിറ്റി അവരുടെ കാനകളെല്ലാം ആളുകൾ പറയുന്നത് അത് ഇത് മാറ്റി ക്ലീൻ ചെയ്യുന്നില്ല എന്ന ഒരു പ്രശ്നം പറയുന്നുണ്ട്. അത് മുനിസിപ്പൽ സെക്രട്ടറിയും ചെയർപേഴ്സണും മറ്റു കൗൺസിലർമാരുണ്ടായിരുന്നു. അവരും 2 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് ക്ലീനിങ് നടത്തുന്നു. പിന്നെ എവിടെയൊക്കെ അനധികൃതമായ നിർമ്മാണങ്ങളോ മറ്റു രീതിയുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി കർക്കശമായ മുഖം നോക്കാതെയുള്ള നടപടി സ്വീകരിക്കണം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ഒരു പരിഹാരവും. പിന്നെ ഇപ്പൊ ഒരു പ്രൊപ്പോസൽ അവിടെ ഉണ്ട്, ഒരു കുറച്ചുകൂടി വലുതാക്കി കാന മുനിസിപ്പാലിറ്റിയുടെ കുറെ കൂടി വീതി കൂട്ടുക, എന്നിട്ട് എടപ്പള്ളി തോടിലേക്ക് ചാടിക്കുന്ന പ്രൊപ്പോസൽ അവിടെ റെസിഡൻസ് അസോസിയേഷനുകളും മറ്റു സംഘടനകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് തുടർന്ന് പരിഗണിക്കുന്നതായിരിക്കും.